മഞ്ഞുതുള്ളികളിലേക്ക് പിന്നെയും എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സഭാപ്രസംഗിയിൽ നിന്ന് തന്നെ ഒരു വേദഭാഗം നമുക്കൊന്നിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിനെ തേച്ച് മിനുക്കി അതിൻ്റെ വായ്ത്തല മൂർച്ച വർദ്ധിപ്പിക്കാതിരുന്നാൽ ഉപയോഗിക്കുന്നവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടതായി വരും. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള, എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ള ഒരു വചനമാണിത്. നാം ഉപയോഗിക്കുന്ന ആത്മിക ആയുധങ്ങൾ, കൃപാവരങ്ങളാകട്ടെ, വചന ശുശ്രൂഷയാകട്ടെ, നമ്മുടെ ടാലൻസ്, കൃപാവരങ്ങൾ എന്തുമാകട്ടെ, അതിനെ നാം അനുദിനം മൂർച്ച വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുന്നു എങ്കിൽ മാത്രമേ ഈ എഫക്റ്റീവായ ഒരു ആത്മിക ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. മൂർച്ച കുറഞ്ഞു പോയാൽ നാം കൂടുതൽ ബലമെടുക്കേണ്ടി വരും. മൂർച്ചയില്ലാത്ത ഒരു ആയുധമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ആയുധം ഉപയോഗിക്കുന്നവൻ്റെ ശരീരത്തെ അതിൻ്റെ ഹേമം തട്ടുവാൻ ഇടയായിത്തീരും. എന്ന് പറഞ്ഞാൽ, വെട്ടുവാൻ വേണ്ടി കൂടുതൽ ശക്തി എടുക്കുമ്പോൾ ആ വെട്ട് മരത്തിന് കൊള്ളാതെ തൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്ന് ഹേമം തട്ടുവാൻ ഇടയായിത്തീരും. ഇത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആത്മിക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കുമുള്ള മുന്നറിയിപ്പാണ്. നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ, എഫക്റ്റീവ് ആകണമെങ്കിൽ, നാം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? കാരണം നമ്മുടെ പ്രാർത്ഥന എഫക്റ്റീവല്ല, മൂർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്നാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ വാക്കുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ള വ്യക്തിയുടെ പ്രാർത്ഥന? നീതിമാൻ്റെ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, എ റൈച്ചസ് പേഴ്സൺസ് പ്രെയർ ഈസ് പവർഫുൾ. വിശുദ്ധൻ്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എഫക്റ്റീവാണെന്നല്ല. വിശുദ്ധൻ്റെ പ്രാർത്ഥന, വിശുദ്ധിയോടുകൂടെ നീതിമാനായി ജീവിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് ശക്തിയുള്ള പ്രാർത്ഥനയായിരിക്കുന്നത്, എഫക്റ്റീവായ പ്രാർത്ഥനയായിരിക്കുന്നത്. മൂർച്ച വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന ശുശ്രൂഷകൾ എഫക്റ്റീവ് ആകുകയുള്ളൂ. ദർശനം കാണുന്നവർ ദർശനത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കണം, ക്ലാരിറ്റി വർദ്ധിപ്പിക്കണമെന്നർത്ഥം. നാം കാണുന്നത് വ്യക്തതയില്ലാത്ത കാഴ്ചകളാണെങ്കിൽ ആ ദർശനം കൊണ്ട് എന്ത് പ്രയോജനം? പ്രവചിക്കുന്നവർ അവ്യക്തമായി പ്രവചിച്ചാൽ, ആർക്കും മനസ്സിലാകാത്ത വാക്കുകൾ പറഞ്ഞാൽ, അർത്ഥമില്ലാത്ത പുലമ്പലുകൾ മാത്രമാണ് നമ്മുടെ പ്രവചനമെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ മൂർച്ച വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ആയാസരഹിതമായ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഈ വചനം പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു സമയമുണ്ട്. 2016 ആദ്യത്തെ നാളുകളിൽ ആദ്യമായി TV മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ, ഹിന്ദി ചാനൽ സുബസന്ദേശ് ചാനലിൽ വചനം കൊടുക്കുവാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് വലിയ അങ്കലാപ്പായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇന്ന് വരെ ഞാൻ സഭാജനത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ഉണർവ് പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ദൈവദാസനാണ്. എൻ്റെ മെസ്സേജസ് എപ്പോഴും ദൈവമക്കളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു, വിശ്വാസികളെ ഫോക്കസ് ചെയ്തുള്ളതായിരുന്നു. എന്നാൽ സുബസന്ദേശ് ചാനലിലൂടെ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു വൈഡർ ക്രൗഡിലേക്ക് മെസ്സേജ് പോവുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം ചൂണ്ടിക്കാട്ടിയിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ആയുധത്തിന് മൂർച്ച വർദ്ധിപ്പിക്കുക. ആയുധത്തിന് മൂർച്ചയുണ്ടെങ്കിൽ നാം ഏത് തരത്തിലുള്ള വൃക്ഷത്തെയും വെട്ടിവീഴ്ത്തുവാൻ പ്രാപ്തരായിത്തീരും. ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല, പുറത്തുള്ളവരോടും സുവിശേഷം പങ്കുവെക്കുവാൻ, വചനം പങ്കുവെക്കുവാൻ നാം പ്രാപ്തരായിത്തീരും. വളരെ നിസ്സാരം മൂർച്ചയുള്ള
ഒരു ആയുധമായി തീരുക. അനുദിനം നാം നമ്മുടെ ആത്മിക ആയുധത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കണം. അത് അനുഗ്രഹമായി തീരും. ആയാസരഹിതമാകുന്ന ശുശ്രൂഷ ചെയ്യുവാൻ അത് നമ്മെ സഹായിക്കും. ഈ നാളുകളിൽ നമ്മുടെ ആത്മിക ആയുധങ്ങളുടെ മൂർച്ച നമുക്ക് വർദ്ധിപ്പിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.